Hi dear students, അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷൻ ഈ ഒരു സെക്ഷനും ഇതിനടുത്തൊരു സെക്ഷനും മാത്രമേ നമ്മുടെ സിലബസിൽ ഇനി നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ സിലബസിനകത്ത് ബാക്കിയുള്ളൂ. അപ്പോൾ നോക്കുക, ഇൻഫൈനൈറ്റ് സീരീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ സീക്വൻസിൻ്റെയും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അല്ലേ. ഇവിടെ നമ്മളിനി ഇൻഫൈനൈറ്റ് സീരീസ് എന്താണ് സീരീസിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റാസൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ ഡിഫറൻസ് നമ്മൾ തുടങ്ങുന്ന ക്ലാസ്സിൽ തന്നെ പറഞ്ഞു. മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ആൻഡ് സീരീസ്. നമ്മൾ രണ്ടും ഒരുപോലെയാണ് പറയാറ് അല്ലേ. നമ്മുടെ നോർമൽ ഇംഗ്ലീഷിൽ സീക്വൻസിനും സീരീസിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. പക്ഷെ മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിൽ വരുമ്പോൾ സീക്വൻസ് ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം സീരീസ്. കാരണം സീക്വൻസിൽ ടേംസിനെ ആഡ് ചെയ്തെടുക്കുന്ന സാധനമാണ് സീരീസ്. അപ്പോൾ ഇവിടെ നോക്കാം, ഇൻഫൈനൈറ്റ് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ദ നെയിം ഇൻഡിക്കേറ്റ്സ് അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകുന്നൊരു സാധനമാണ്. ആദ്യം തന്നെ നമ്മൾ റിമെമ്പർ ചെയ്യുന്നൊരു കാര്യം, ദ സം ഓഫ് ഇൻഫൈനൈറ്റ്ലി മെനി നമ്പേഴ്സ് മേ ബി ഫൈനൈറ്റ്. ആ കൺസെപ്റ്റാണ് മെയിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് whose terms are added up. If the resulting sum is finite, the series is said to be convergent. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ അങ്ങനത്തെ ഡെഫിനിഷൻ, ലിമിറ്റ്, കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നോക്കാം, നമ്മുടെ ഡെഫിനിഷൻ, മെയിൻ ഡെഫിനിഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നോക്കാം, മെയിൻലി വാട്ട് ഈസ് എ സീരീസ്, എന്താണ് ഒരു സീരീസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? എ സീരീസ്, ആൻ ഇൻഫൈനൈറ്റ് സീരീസ് ഈസ് എ സീക്വൻസ് ഓഫ് നമ്പേഴ്സ് ഹൂസ് ടേംസ് ആർ ആഡഡ് അപ്പ്. മീൻസ് അതും ഒരു സീരീസ് എന്ന് പറയുന്നതും ഒരു സീക്വൻസ് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഓരോ ടേം കഴിയും തോറും, ഇപ്പോൾ ഫസ്റ്റ് ടേം A1 ആണെങ്കിൽ സെക്കൻഡ് ടേം A1 + A2 ആയിരിക്കും. തേർഡ് ടേം എന്തായിരിക്കും? A1 + A2 + A3 ആയിരിക്കും. അപ്പോൾ ഒരു സീക്വൻസ്, ഒറിജിനലി ഒരു സീക്വൻസ് നമുക്ക് ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമ്മൾ സീരീസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്. സീരീസ് ഇറ്റ് സെൽഫ് എ സീക്വൻസ്. പക്ഷെ എന്താണ്? സീക്വൻസിൻ്റെ ടേംസ് ആഡ് ചെയ്ത് പോകുന്ന തരത്തിൽ. അപ്പോൾ ഫസ്റ്റ് ടേം A1, സെക്കൻഡ് ടേം A1 + A2, തേർഡ് ടേം A1 + A2 + A3. അപ്പോൾ ഈ A1ഉം A2ഉം A3 ഒക്കെ കിട്ടുന്നത് നമുക്കൊരു ഇനീഷ്യൽ സീക്വൻസ് പ്രൊവൈഡഡ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൽ കൺവേർജൻസ് ഓഫ് സീരീസ് എന്ന് പറയുന്നത്, ലെറ്റ് A1, A2 etc. be a sequence of numbers. The numbers Sn equal to summation I equal to 1 to n ai. That is A1, A2, A3 etc. an is called the nth partial sum of the ai's. അപ്പോൾ നമുക്ക് A1, A2 etc. എന്നും പറഞ്ഞൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിൽ നിന്നും നമ്മളൊരു Sn എന്ന് പറഞ്ഞൊരു പുതിയ സാധനം ഡിഫൈൻ ചെയ്യുകയാണ്. Sn എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് 1 മുതൽ A1 മുതൽ AN വരെയുള്ള ടേമുകളുടെ സമ്മ് ആഡ് ചെയ്തെടുക്കുക. ഈ Snനെ നമ്മൾ nth പാർഷ്യൽ സം ഓഫ് AI's അല്ലെങ്കിൽ സീക്വൻസ് AIയുടെ nth പാർഷ്യൽ സം എന്ന് വിളിക്കും. ഇഫ് സീക്വൻസ് S1, S2 etc. of partial sums approaches a limit capital S as n tends to infinity, we say that the series A1 + A2 + A3 + etc. equal to summation I equal to 1 to infinity ai converges, and we write summation I equal to 1 to infinity ai equal to S. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു, വാട്ട് ഈസ് എ സീരീസ്? എ സീരീസ് ഈസ് എ സീക്വൻസ് ഹൂസ് ടേംസ് ആർ ആഡഡ് അപ്പ്. അപ്പോൾ ടേംസ് ആഡ് ചെയ്തെടുക്കുന്ന തരത്തിലുള്ള ഒരു സീക്വൻസിന് നമ്മൾ സീരീസ് എന്ന് പറയുന്നത് A1 + A2 + സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കൊരു സീക്വൻസ് 1/n തന്നിരിക്കുന്നു. നമുക്കറിയാം സീക്വൻസ് 1/n എന്താ? 1, 1/2, 1/3, etc. എന്ന് നമ്മൾ ടേംസിന് വാല്യൂ ഇട്ട് കൊടുത്തു പോകുന്ന സാധനം. അതാണ് നമ്മുടെ ഒരു സീക്വൻസ്. ആ സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് കോമയ്ക്ക് പകരം നമ്മളൊക്കെ പ്ലസ് ആണ് ഇടുക. അപ്പോൾ A1 1 + 1/2 + 1/3 etc. എന്നും പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്ത് പോകുന്ന ആ ഒരു മെത്തേഡ്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസ് 1/n, സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
1 പ്ലസ് 1/2 പ്ലസ് 1/3 പ്ലസ് എക്സെട്ര 1/n പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞു പോകുന്ന ഇൻഫൈനൈറ്റ് സീരീസ്. അതിന് നമുക്ക് n ഈക്വൽ ടു ഇൻഫിനിറ്റി, n ഈക്വൽ ടു അല്ലെങ്കിൽ i ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫൈനൈറ്റ് സീരീസും, i ഈക്വൽ ടു 1 ടു n എന്നൊരു ഒരു കോൺസ്റ്റൻറ്റ് n കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ n കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീരീസ് ഒരു ഫൈനൈറ്റ് സീരീസ് ആവുകയും ചെയ്യും. ഇനി സീരീസിൻ്റെ കൺവേർജൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞത്. nth പാർഷ്യൽ സം എന്ന് പറഞ്ഞാൽ എന്താണ്? a1 മുതൽ an വരെയുള്ള ടേംസ് ആഡ് ചെയ്തെടുക്കുന്ന s1 sn. ഇനി s1 s2 എക്സെട്ര എന്നും പറഞ്ഞ ആ സീക്വൻസിനെയാണ് നമ്മൾ നമ്മുടെ സീക്വൻസിൻ്റെ അല്ലെങ്കിൽ സീരീസിൻ്റെ nth പാർഷ്യൽ സം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാർഷ്യൽ സമ്മുകളുടെ സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ, എന്താണ് പറഞ്ഞത്? പാർഷ്യൽ സമ്മുകളുടെ സീരീസ് ഒരു പാർഷ്യൽ സമ്മുകളുടെ സീക്വൻസ് ഒരു s എന്ന് പറഞ്ഞൊരു നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ ഇൻഫൈനൈറ്റ് സീരീസ് കൺവേർജ് ചെയ്യും. അത് കൺവേർജ് ചെയ്യുമെന്ന് മാത്രമല്ല, അതിൻ്റെ സം എന്തായിരിക്കും? സം എന്ന് പറയുന്നത് summation I equal to 1 to infinity ai equal to s. Okay, that is summation I equal to 1 to a infinity ai is defined as limit n tends to infinity summation I equal to 1 to n ai is called the sum of the series. അപ്പോൾ sum of the series എന്ന് പറഞ്ഞാൽ എന്താണ്? summation I equal to 1 to n limit n tends to infinity summation I equal to 1 to n ai. ഇനി കൺവേർജ് ചെയ്യുന്നൊരവസ്ഥ മാത്രമല്ല, ഡൈവേർജ് ചെയ്യുന്ന അവസ്ഥയുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ ഡൈവേർജ് ചെയ്യുന്നത് പറയുന്നത്? ആ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അതൊരു ലിമിറ്റിലേക്ക് കൺവേർജ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ സീക്വൻസിന് സീരീസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസിന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സീരീസിന് സമ്മ് അൺഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയി പോവുക. അപ്പോൾ നമ്മൾ പറയുന്നത് സീരീസ് കൺവേർജ് ചെയ്യും എന്ന് പറയും. ഇനി നമുക്കൊരു ഇവിടെ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. If the series summation I equal to 1 to infinity ai does not converge, we say that it is diverges. അപ്പോൾ സീരീസ് ഡൈവേർജ് ചെയ്യുന്ന അവസ്ഥ എന്താണ് ഉണ്ടാവുക? അപ്പോൾ ഒരു സമ്മറി ആയിട്ട് നോക്കൂ. സീരീസ് ഡൈവേർജ് ചെയ്യണതിന് സമ്മ് നമുക്ക് ഇത്രയാണ് സമ്മെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സീക്വൻസ് n, അതായത് 1 2 3 4 എക്സെട്ര എന്നും പറഞ്ഞു പോകണം നമ്മുടെ സാധാരണ നാച്ചുറൽ നമ്പറിൻ്റെ സീക്വൻസ്. അതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? ഇൻഫിനിറ്റി ആണ് കിട്ടില്ലേ? 1 + 2 + 3 + 4 അപ്പോൾ ഓരോ ടേം കഴിയുമ്പോഴും ഒരെണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ആഡ് ചെയ്ത് കിടക്കുമ്പോൾ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സമ്മേഷൻ I equal to 1 to infinity ai അല്ലെങ്കിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? അത് ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ സമ്മ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് രണ്ട് കേസാണ് ഒരു സീരീസിൻ്റെ കേസിൽ പറയാനുള്ളത്. A series summation I equal to 1 to infinity ai converges if limit n tends to infinity summation I equal to 1 to n ai exist. That is finite ആയിരിക്കണം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് ഫൈനൈറ്റ് ആവണം. ഇനി അടുത്ത എന്താണ്? A series summation I equal to 1 to infinity ai diverges if limit n tends to infinity I equal to 1 to n ai does not exist. അപ്പോൾ ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളവിടെ സമ്മ് അല്ലെങ്കിൽ കൺവേർജ് ചെയ്യും എന്ന് പറയും. ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സീരീസ് ഡൈവേർജ് ചെയ്യുന്നു എന്ന് പറയും. അടുത്തത് നോക്കുക. റൈറ്റ് ഡൗൺ ദ ഫസ്റ്റ് 4 പാർഷ്യൽ സംസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സീരീസ്. അതായത് ഫസ്റ്റ് 4 പാർഷ്യൽ സംസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? s1 വേണം, s2 വേണം, s3 വേണം, s4 വേണം അല്ലേ? അപ്പോൾ നമ്മളിതിനകത്ത് s1 ഈക്വൽ ടു എന്താണ് വരിക? s1 ഈക്വൽ ടു 1 ഫസ്റ്റ് ടേം മാത്രം, s1ന് ഫസ്റ്റ് ടേം മാത്രം. s2 എന്ന് പറയുമ്പോൾ 1 + 1/2, അപ്പോൾ 3/2. s3 എന്ന് പറഞ്ഞാൽ 1 + 1/2 + 1/4, ദാറ്റ് ഈസ് 7/4. s4 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണം ആഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, നൗ സെക്കൻഡ് കേസ് നോക്കുക. സെക്കൻഡ് കേസിനകത്ത് s1 എന്താ വരുന്നത്? ഹിയർ s1 ഈക്വൽ ടു 1
but S2 equal to 1 minus 1 by 2, that is 1 by 2. S3 equal to 1 minus 1 by 2 plus 1 by 3. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ടേംസിലുള്ള പോലെ തന്നെ ടേംസ് ആഡ് ചെയ്ത് പോവാം. അപ്പോൾ നിങ്ങൾ അതൊരു സിമ്പിളായിട്ടുള്ളൊരു കേസാണ്. നമുക്കൊരു എക്സാമ്പിൾ ഉണ്ട്, ലീവിങ് ഇറ്റ് ആസ് എൻ ഹോം വർക്ക്. അപ്പോൾ ബി സി ഡി നിങ്ങൾക്ക് ഹോംവർക്ക് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അതൊരു റിമാർക്കായിട്ട് നമ്മൾ നോട്ട് എഴുതുമ്പോൾ ടേക്ക് ഇറ്റ് ആസ് എ റിമാർക്ക്. ഇത് റിമാർക്കായിട്ട് എടുക്കാം. എന്താണ്? ഡു നോട്ട് കൺഫ്യൂസ് എ സീക്വൻസ് വിത്ത് സീരീസ്. A sequence is simply an infinite list of numbers separated by commas. A series is an infinite list of numbers separated by plus signs, which are meant to be added together. അപ്പോൾ എന്താണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ സീക്വൻസിനെ നമ്മൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു, സീരീസിനെ പ്ലസ് എന്നുള്ള സൈൻ ഇടയിലിട്ടിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി എന്താ? Of course, the terms is an infinite series may be themselves considered as a sequence. നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണ്. ഇനി ഇതിൻ്റെ പാർഷ്യൽ സംസ് എന്ന് പറയുന്നത് A1 പ്ലസ് A2, A1 പ്ലസ് A2 പ്ലസ് A3. അപ്പോൾ ഈ റിമാർക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റിമാർക്കാണ്, നിങ്ങളത് നോട്ട് ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇത് നമ്മൾ നേരത്തെ സീക്വൻസ് കണ്ട സ്ഥലത്ത് കണ്ടതാണ്. A1 A2 എക്സെട്ര ആയ ഒരു സീക്വൻസാണ് B1 B2 എക്സെട്ര മറ്റൊരു സീക്വൻസ്. രണ്ടും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സമ്മ്, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിള്, പ്രൊഡക്റ്റ്, കോഷ്യൻ്റ്, എബൌട്ട് കണ്ടിന്യൂറ്റി, ലിമിറ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ്, അതുപോലെ ലിമിറ്റ് 1/n. ഇനി f(x)ൻ്റെ ലിമിറ്റ്, ജോമെട്രിക് സീക്വൻസിൻ്റെ കൺവേർജൻസ്, ഈ കേസുകളെല്ലാം ഇതെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു നമ്മുടെ സീക്വൻസിൻ്റെ ഭാഗമായി. അപ്പോൾ ഇവിടെ എന്തിനാണ് നമ്മളിത് സീരീസിലും ഇതെടുക്കുന്നത്? സീരീസ് ഇസ് എ സോർട്ട് ഓഫ് സീക്വൻസ്. നമ്മൾ സീക്വൻസിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് n → ∞ an + bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് n → അതായത് സീക്വൻസുകളുടെ സമ്മാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ സീക്വൻസുകളുടെ ലിമിറ്റുകളുടെ സമ്മായിരിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. നമ്മൾ അവിടെ നിന്നും സ്കിപ്പ് ചെയ്ത് പോരുന്നു. ഇനി നമുക്കിതാണ് നമ്മുടെ ഫസ്റ്റ് ബേസിക് എക്സാമ്പിൾ. വാട്ട് ഈസ് എ ജിയോമെട്രിക് സീരീസ്? നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ ജിയോമെട്രിക് സീരീസ്. അപ്പോൾ ജിയോമെട്രിക് സീരീസ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് A plus AR plus AR square plus etc. എന്നാണ്. ഇൻ വിച്ച് ദ റേഷ്യോ ബിറ്റ്വീൻ ഈച്ച് സക്സസീവ് ടേം. റേഷ്യോ ബിറ്റ്വീൻ ഈച്ച് സക്സസീവ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റേഷ്യോ വരിക? AN ഡിവൈഡഡ് ബൈ AN+1 അല്ലെങ്കിൽ AN+1 ഡിവൈഡഡ് ബൈ AN. ഓരോ കേസിൽ നോക്കുമ്പോഴും സെയിം ആയിരിക്കും. ഇവിടെ നോക്കുക, A2 നമുക്ക് തിരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ A2 ഡിവൈഡഡ് ബൈ A1 എന്താണ്? ഈക്വൽ ടു 6 എന്ന് കിട്ടും അല്ലേ? ഇനി അതേപോലെ A3 ഡിവൈഡഡ് ബൈ A2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? AR² ബൈ AR, അതും 6 തന്നെയാണ്. അപ്പോൾ കൺസിക്യൂട്ടീവ് സക്സസീവ് ടേംസിൻ്റെ റേഷ്യോ എന്താണ്? സെയിം ആണ്. ടു റൈറ്റ് എ ജോമെട്രിക് സീരീസ് ഇൻ സമ്മേഷൻ നൊട്ടേഷൻ, ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ടു അലോ ദ ഇൻഡെക്സ് I to start at 0, that is A0 equal to A, A1 equal to AR, A2 equal to AR², etc. The general term then AI equal to AR raised to 0. ഇത് ജോമെട്രിക് സീരീസിൽ നമുക്ക് ആറിൻ്റെ പവറിലേക്ക് കൊടുക്കുകയും വേണം. ഒരു ടേം ആദ്യം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? A0 തുടങ്ങി, A0 A1 A2 നമ്മൾ നേരത്തെ പറഞ്ഞു A1 A2 A3 എക്സെട്ര എന്ന്. നമ്മൾ ജോമെട്രിക് സീരീസാണ് എഴുതുന്നതെങ്കിൽ A0 A1 A2 A3 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ദാറ്റ് ഈസ് ഫോർ കൺവീനിയൻസ്. കാരണം നമ്മൾ nth ടേം അല്ലെങ്കിൽ ith ടേം എന്ന് പറയുന്നത് AI ഈക്വൽ ടു
എ ആർ റേസ് ടു ഐ എന്നുള്ള ഫോമിലേക്കാണ് അതിനെ കൊണ്ടുവരുന്നത്. നമുക്ക് ഈ സീരീസിനെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഒരു ജിയോമെട്രിക് സീരീസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity a into r raised to I. ഇനി നമ്മൾ ഇതിൻ്റെ കൺവേർജൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് എങ്ങനെയായിരിക്കും? എ പ്ലസ് എ ആർ പ്ലസ് എക്സെട്ര. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ജിയോമെട്രിക് സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സംസ് വിൽ ബി ദിസ് ഫോം. നെക്സ്റ്റ് അതിൻ്റെ സമ്മേഷൻ. സം എന്ന് പറയുന്നത്, അപ്പോൾ ഈ ഒരു കാര്യവും ഓർത്തിരിക്കണം. ഇതൊരു ഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ, ഇപ്പോൾ ജിയോമെട്രിക് സീരീസ് പലപ്പോഴും ഫൈനൈറ്റ് ആയിട്ട് നമുക്ക് തരാറുണ്ട്. അപ്പോൾ സീരീസ് ഫൈനൈറ്റ് ആണെങ്കിൽ അതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം Sn ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് r. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity a ഇൻറ്റു r റേസ് ടു i എന്തായിരിക്കും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി Sn ആയിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളവിടെ Sn ഫോർമുല കൊടുക്കൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി a ഇൻറ്റു 1 മൈനസ് r റേസ് ടു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് r. ഇതിനകത്ത് ആരൊക്കെയാണ് കോൺസ്റ്റൻറ്റ്? a ഡിവൈഡഡ് ബൈ 1 മൈനസ് r കോൺസ്റ്റൻറ്റാണ്, പുറത്തേക്ക് എടുക്കാം. ഇനി 1 മൈനസ് r റേസ് ടു n പ്ലസ് 1 ഉണ്ട്. അപ്പോൾ a ഡിവൈഡഡ് ബൈ 1 മൈനസ് r ഇൻറ്റു 1 മൈനസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മളിവിടെ ലിമിറ്റിൻ്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ സീക്വൻസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ ഉപയോഗിക്കാൻ പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി r റേസ് ടു n എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ഈക്വൽ ടു 1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? അത് കൺവേർജ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നെടുക്കാം. നമുക്ക് വേണമെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ആലോചിക്കണം. നമ്മളിവിടെ ലെസ് ദാൻ 1 ആണെങ്കിലാണ് സ്ട്രിക്ട്ലി ഇതിൻ്റെ ആ ഒരു കേസ് പറയുന്നത്. ഓക്കെ, നൗ ജിയോമെട്രിക് സീരീസിൻ്റെ നമുക്ക് ഡെഫിനിഷൻ. ഇഫ് മോഡ് ആർ ലെസ് ദാൻ 1 ആൻഡ് a ഈസ് എനി നമ്പർ, if mod r is less than or equal to strictly less than 1, if mod r less than 1 and a is any number, then a plus ar plus ar square plus etc equal to summation i equal to 1 to infinity a r raised to i converges. അത് കൺവേർജ് ചെയ്യും. എപ്പോഴാണ് മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ സം എന്താണ്? a ഡിവൈഡഡ് ബൈ 1 മൈനസ് r. If mod r greater than or equal to 1 and a not equal to 0, then summation i equal to 0 to infinity a diverge ചെയ്യും. അപ്പോൾ ഒരു ജിയോമെട്രിക് സീരീസ് കൺവേർജ് ചെയ്യുന്നത് എപ്പോഴാണ്? നമുക്കിത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നൊരു കാര്യമാണ്. ഒരു ജിയോമെട്രിക് സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുക? മോഡുലസ് ഓഫ് ആർ, ആ കോമൺ റേഷ്യോ എന്ന് പറഞ്ഞ ആൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആയിരിക്കുമ്പോൾ കേട്ടോ. അല്ലെങ്കിൽ എല്ലാ കേസിലും ഇത് ഡൈവേർജ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഫെമിലിയർ എക്സാമ്പിൾസ് ഉണ്ട്. ഫസ്റ്റ് 1 പ്ലസ് 1/3 പ്ലസ് 1/9 പ്ലസ് എക്സെട്ര പ്ലസ് 1/27. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഇതൊരു ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ ജിയോമെട്രിക് സീരീസ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത് നോക്കുക, ഒരു റാപ്പിഡ് ചേഞ്ചാണ് കാണുന്നത് അല്ലേ? സാധാരണ ഒരു സീക്വൻസ് കാണുന്നതിനേക്കാളും ഒരു റാപ്പിഡ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ജിയോമെട്രിക് സീരീസിനെ കുറിച്ച് ആലോചിക്കാം. ഫ്രാക്ഷൻ റേഷ്യോ എടുത്ത് നോക്കൂ. 1/9 ഡിവൈഡഡ് ബൈ 1/3 എന്ത് വരും? 1/9 നമുക്കിവിടെ ചെയ്യാം അല്ലേ? 1 ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 1/3. അപ്പോൾ എന്താ വരിക? 3/9 എന്ന് വരും. ദാറ്റ് ഈസ് അഗെയിൻ 1/3. അപ്പോൾ r ഈക്വൽ ടു 1/3 ആണ്. കോമൺ റേഷ്യോ ഈക്വൽ ടു 1/3 ആൻഡ് a ഈക്വൽ ടു 1. അപ്പോൾ 1/3 ഈസ് ലെസ് ദാൻ 1 ക്ലിയർലി അല്ലേ? മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 ആണ്, വിച്ച് ഈസ് എ ജിയോമെട്രിക് സീരീസ്. ആൻഡ് ദെൻ 1 പ്ലസ് 1/3 പ്ലസ് 1/9 പ്ലസ് എക്സെട്ര ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 ഇൻറ്റു a ഇൻറ്റു r റേസ് ടു i ആണ്. ഇത് 1 ഇൻറ്റു 1/3 റേസ് ടു i.
ആ സീരീസിൻ്റെ സം എന്താണ്? എ ഡിവൈഡഡ് ബൈ ഇൻഫൈനൈറ്റ് സീരീസ് ആണെങ്കിൽ സം എന്താണ്? ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/3 ദാറ്റ് ഈസ് 3/2. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക ഷോ ദാറ്റ് ദ സം ഈക്വൽ ടു 1.5 എന്നൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആകെ വിഷമിക്കരുത്. ഇത് ജിയോമെട്രിക് സീരീസ് ആണെന്ന് മനസ്സിലാക്കി കോമൺ റേഷ്യോയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ ചെയ്ത് കിട്ടുന്ന 3/2 തന്നെയാണ് 1.5. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/6n/2. ഇതും ഒരു ജിയോമെട്രിക് സീരീസ് ആണ്. വേണമെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഈ 6n/2 എന്ന് പറഞ്ഞാൽ √6n എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുക, അവരത് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത് നോക്കൂ. സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/6n/2 എന്ന് പറഞ്ഞാൽ 1/6(1/2) ദാറ്റ് ഈസ് 1/√6. അടുത്തത് 1/√6ൻ്റെ സ്ക്വയർ. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ കൊള്ളാം. 1 ഡിവൈഡഡ് ബൈ 6n/2 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 1 ഡിവൈഡഡ് ബൈ √6(n) എന്നാണ്. കാരണം 6(1/2) എന്ന് പറഞ്ഞാൽ എന്താ? √6, അത് നിങ്ങൾക്കറിയാം. (n). അപ്പോൾ 1ൻ്റെ 1/1 എത്ര പവർ എടുത്താലും അതെന്ത് തന്നെയാണ്? 1 തന്നെയാണ്, വ്യത്യാസം വരുന്നില്ല. സോ 1/6(n/2) നമുക്ക് എങ്ങനെ എഴുതാം? 1/6(n) എന്ന് എഴുതാം. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിവിടെ ചെയ്യേണ്ടത് ഈ ഒരു എക്സ്പ്രഷൻ, ഈ കാണുന്ന ഈ ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു അഗെയിൻ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1/√6(n) ഈക്വൽ ടു എന്നും പറഞ്ഞിട്ട് വേണം ഈ എക്സ്പാൻഷൻ എഴുതാൻ. അങ്ങനെയാണെങ്കിൽ ദെൻ സം ഓഫ് ജിയോമെട്രിക്സ് ഇൻഫൈനൈറ്റ് ജിയോമെട്രിക് സീരീസ് വിത്ത് മോഡ് ആർ. അപ്പോൾ 1/√6 ഈസ് ലെസ് ദാൻ 1, എ ഈക്വൽ ടു 1. അപ്പോൾ എ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ എത്രയാണ്? 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് √6. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ എന്തുണ്ടാവുക? മുകളിൽ √6 ഡിവൈഡഡ് ബൈ √6 മൈനസ് 1 എന്നൊക്കെ കിട്ടും. നമ്മളത് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വി വിൽ ഗെറ്റ് 6 പ്ലസ് √6/5. ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഞാനിത് സോൾവ് ചെയ്യുന്നില്ല, നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കണം നിർബന്ധമായിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ സിമിലർ ക്വസ്റ്റ്യൻ ആണ്. 1/5(i). അതൊന്ന് ചെയ്ത് നോക്കുക. നേരത്തെ നമ്മൾ 1/3 ഈ പറഞ്ഞ പോലെ തന്നെ 1/5(i) എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. നേരത്തെ 1/3യുടെ കേസ് പറഞ്ഞ അതേപോലെ തന്നെയാണ്. അതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു ബൗൺസിങ് ബോൾ ലൂസസ് ഓഫ് ഇറ്റ്സ് എനർജി ഓൺ ഈച്ച് ബൗൺസ്. Height reached on each bounce is proportional to energy. Suppose that ball is dropped vertically down from a height of 1 meter. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 1 മീറ്റർ ആണ്. അപ്പോൾ ഇത് അടുത്ത ബൗൺസിൽ വരുമ്പോൾ എത്രയാവും? ഇതിൻ്റെ പകുതി. അപ്പോൾ 1/2 മീറ്റർ. അടുത്ത ബൗൺസ് ഇതിൻ്റെ പകുതി. അപ്പോൾ 1/4 മീറ്റർ. അതായത് 1 ആദ്യത്തെ ഹൈറ്റ് 1, പിന്നത്തെ ഹൈറ്റ് 1/2, പിന്നത്തെ ഹൈറ്റ് 1/4, പിന്നെ 1/8, പിന്നെ 1/16. അപ്പോൾ ഓരോ ടേം കഴിയും തോറും /2 ചെയ്ത് വരികയാണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ ഫോർ ഇറ്റ് ട്രാവൽ. ഇത് എത്ര ദൂരം ട്രാവൽ ചെയ്യും, അല്ലെങ്കിൽ എത്ര ഹൈറ്റ് വരെ ഇത് മൂവ് ചെയ്യും. ഹൗ ഫാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം താഴത്തേക്ക് വന്നു, പിന്നെ മുകളിലേക്ക് പോയി കഴിയുമ്പോൾ 1 മീറ്റർ, 1/2 മീറ്റർ ഹൈറ്റിലേക്ക്, അപ്പോൾ 1.5 മീറ്റർ. വീണ്ടും താഴത്തേക്ക് വരുന്നു, അപ്പോൾ 1.5 മീറ്റർ പ്ലസ് 1/4 മീറ്റർ പ്ലസ് 1/8 മീറ്റർ പ്ലസ് 1/16 മീറ്റർ എന്ന് വെച്ചാൽ ഹൗ ഫോർ ദിസ് ട്രാവൽ എന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? എത്ര ഇത് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക? 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് 1/16
പ്ലസ് എക്സെട്ര. അപ്പോൾ ഇവിടെ എല്ലാം നോക്കൂ, കോമൺ റേഷ്യോ ആരാണ്? ആർ ഈക്വൽ ടു ഹിയർ എ ഈക്വൽ ടു 1 ആൻഡ് ആർ കണ്ടുപിടിക്കാൻ 1/4/1/2 ചെയ്ത് നോക്കൂ, എന്ത് കിട്ടും? 2/4 കിട്ടും. therefore r ഈക്വൽ ടു 1/2. അപ്പോൾ ഇതൊരു ഇൻഫിനിറ്റ് സീരീസ് ആണ് ആൻഡ് മോഡുലസ് ഓഫ് r ഈസ് ലെസ് ദാൻ 1. therefore summation over I equal to 1 to infinity 1/2 I equal to 1 to I equal to 0 to infinity 1/2 raised to I equal to a divided by 1 minus r, that is 1 divided by 1 minus 1/2. എത്ര വരും? എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ കിട്ടുക? ഇവിടെ നമ്മൾ പറഞ്ഞു വന്നില്ലേ, ചെറിയൊരു മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത് മിസ്റ്റേക്ക് അല്ല, നമ്മൾ മിസ്സിങ് ആണ് ആക്ച്വലി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തോന്നിയിരുന്നോ? എനിവൺ? ദാറ്റ് ഈസ് ഇവിടെ നമ്മുടെ പന്ത് ഒരു പ്രാവശ്യം താഴത്തേക്ക് ഇട്ടു, പിന്നെ മുകളിലേക്ക് ഹൈറ്റിലേക്ക് പോണത് 1/2 ഹൈറ്റിലാണ്. ഇനി അതേ 1/2 മീറ്റർ ഹൈറ്റ് താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തിട്ട് വേണം 1/4 ഹൈറ്റിലേക്ക് പോകാൻ. അപ്പോൾ ഇത് ഇനീഷ്യലി ട്രാവൽ ചെയ്യുന്നത് 1 മീറ്റർ അല്ലേ? ഇനീഷ്യലി ട്രാവൽ ചെയ്യുന്നത് 1 മീറ്റർ പ്ലസ് 1/2 മീറ്റർ മുകളിലേക്കും 1/2 മീറ്റർ താഴത്തേക്കും പോകുന്നുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ പകുതിയായ 1/4 മുകളിലേക്ക് പോയി അവിടുന്ന് തിരിച്ച് 1/4 താഴത്തേക്ക് വരുന്നു. നിലത്ത് ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ പകുതി 1/8 ഹൈറ്റിലേക്ക് പോയി ഹിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വീണ്ടും 1/8 മീറ്റർ ഹൈറ്റിലേക്ക് താഴത്തേക്ക് വരണം. മീൻസ് ദിസ് ഈസ് 1 + 2 × 1/2 1 + 2 × 1/2 + 2 × 1/4 + 2 × 1/8 + എക്സെട്ര എന്നാണ്. നമുക്ക് ഈ സീരീസിനെ ഇങ്ങനെ എഴുതാം: 1 + 2 × summation n equal to 1 to infinity 1/2 raised to I. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളപ്പോൾ ഇത്ര മാത്രമാണ് നമ്മുടെ ജോമെട്രിക് സീരീസിൻ്റെ ഭാഗം. ഇവിടെ a ഈക്വൽ ടു 1/2 തന്നെയാണ്, ആറും 1/2 ആണ്. അപ്പോൾ സം എന്താ വരിക? 1 + 1/2 a divided by 1 minus 1/2, that is 1 + 1/2 by 1/2. ഇനി ഇവിടെ എന്ത് വരും? ഒരു 2 കൂടി ഉണ്ട് അല്ലേ? 2 × 1/, അപ്പോൾ 2 × 1/2 by 1/2 1, that is equal to 3 meters. അപ്പോൾ മൊത്തം നമ്മുടെ ആ ഒരു പന്ത് 3 മീറ്റർ ട്രാവൽ ചെയ്യും എന്ന് ചുരുക്കം. ഓക്കെ, അപ്പോൾ ഈ വക പ്രോബ്ലംസ് നമുക്കൊരു അപ്ലിക്കേഷൻ പ്രോബ്ലമാണ്. ഇത് കാണുമ്പോൾ ഇത് എന്താണ് നമ്മുടെ സീരീസുമായിട്ട് ബന്ധം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ നമ്മളതിൻ്റെ ട്രാവലിംഗ് ഡിസ്റ്റൻസ് നമ്മളൊരു സീരീസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജോമെട്രിക് സീരീസ് ആയിരിക്കും. ഇൻഫൈനൈറ്റ് ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1 ആണെങ്കിൽ അതിൻ്റെ സം എന്ന് പറയുന്നത് a divided by 1 minus r, where a is the first term. ഓക്കെ, അപ്പോൾ ഇതൊരു നമ്മൾ ചിന്തിപ്പിക്കുന്ന സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിൾ ആയിരുന്നു. ഇനി അടുത്തത് 2 റൂൾസാണ്. നമ്മൾ നേരത്തെ സീക്വൻസ് പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ സീക്വൻസുകൾക്ക് റൂള് പഠിച്ചിരുന്നു. അപ്പോൾ summation I equal to 1 to n ai plus bi equal to summation I equal to 1 to n ai plus summation I equal to 1 to n bi. അതുപോലെ ഒരു കോമൺ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ summation I equal to 1 to n c ai equal to c into summation I equal to 1 to n ai. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനൊന്നും നമുക്കില്ല, നമുക്കിവിടെ ജസ്റ്റ് ഇത്രയും ഈ 2 കാര്യങ്ങൾ. അപ്പോൾ ഒരു സീരീസ് സമ്മ് തന്നു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിളിനെ പുറത്തെടുത്ത് ലിമിറ്റ് കണ്ടുപിടിച്ചാലും മതിയെന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ നമ്മൾ algebraic റൂളായിട്ട് തന്നെ പറയുകയാണ്, ഇഫ് summation I equal to 1 to infinity ai and summation I equal to 1 to infinity bi converge, രണ്ടും കൺവേർജ് ചെയ്യുമെങ്കിൽ എന്ത് പറയുന്നു?
ഇവരുടെ സമ്മിൻ്റെ സീരീസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ai plus bi converges and summation I equal to 1 to infinity ai plus bi equal to summation I equal to 1 to infinity ai plus summation I equal to 1 to infinity bi. Similarly, constant multiple റൂളിൽ c ഏതെങ്കിലും ഒരു റിയൽ നമ്പർ ആയിരിക്കണം എന്നേ ഉള്ളൂ. പിന്നെന്താണ്, സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to infinity ai കൺവേർജ് ചെയ്യുകയും c എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ then summation I equal to 1 to infinity CAI converges and summation I equal to 1 to infinity CAI equal to C into summation I equal to 1 to infinity AI എന്നാണ്. ഓക്കെ, ഇനി ഈ സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും, നമ്മുടെ സം റൂൾ ഉപയോഗിക്കുകയാണ് കേട്ടോ. സം റൂളും ആക്ച്വലി ഇവിടെ സം റൂളും കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ റൂളും നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാം. അതായത് ഈ ടേം a n ആ ടേം എടുത്ത് നോക്കൂ. അത് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 3 raised to i plus minus 1 into 2 raised to i whole divided by 6 raised to i. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ സം റൂൾ ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 3 raised to i divided by 6 raised to i plus minus 1 into 2 raised to i by 6 raised to i. അവിടെ നിന്ന് അതും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്നത്, എന്തെന്നാ 3/6 whole raised to i which is equal to 3/6 whole raised to i minus ആ മൈനസ് ഇവിടേക്ക് കൊടുക്കുക 2/6 whole raised to i. അപ്പോൾ ഉള്ളിൽ ക്യാൻസൽ ചെയ്ത് നോക്കൂ, നമുക്ക് എന്ത് കിട്ടും, 1/2 whole raised to i പ്ലസ് മൈനസ് 1 into 1/3 whole raised to i. ഇത് കട്ട് ചെയ്ത് കളയുക കേട്ടോ. അപ്പോൾ ഇത് 1/3 എന്ന് കിട്ടും, സോറി ഇത് 1/2 എന്നും ഇത് 1/3 എന്നും കിട്ടും. അപ്പോൾ നമുക്കിതിനെ രണ്ട് സീരീസായിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഒരെണ്ണം 1/2 raised to iയും മറ്റത് 1/3 raised to iയും. രണ്ടും ജോമെട്രിക് സീരീസസ് ആണ്, രണ്ടിൻ്റെയും മോഡുലസ് ലെസ് ദാൻ 1ഉമാണ്. അപ്പം നമ്മളതിവിടെ സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity, ഇവിടെ നോക്കാം, സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity 3 raised to i minus 2 raised to i whole divided by 6 raised to iനെ ഇത് ഈ ടേം ഇങ്ങനെ മാറ്റണം. ഈ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവണം, അത്രയേ ഉള്ളൂ. സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to infinity 1/2 raised to i പ്ലസ് മൈനസ് 1 into 1/3 raised to i. അപ്പോൾ രണ്ടിൻ്റെയും കറസ്പോണ്ടിങ് ജോമെട്രിക് സം കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. അതായത് എന്താ ഫോർമുല, a divided by 1 minus r. അപ്പോൾ ഇവിടെ ആദ്യത്തെ കേസിലാണെങ്കിൽ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ, 1 divided by 1 minus 1/2, ദാറ്റ് ഈസ് 1/1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. അടുത്തത് മൈനസ് 1 into 1/3 ആണ്. 1/3 നമ്മൾ നേരത്തെ ചെയ്തതാണ് 3/2 മൈനസ് 3/2. അപ്പോൾ 2 minus 3/2, 2 minus 1.5 എത്രയാ, 1/2. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. ഇനി സിമിലർ ആയിട്ട് നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്, ഇത് ഡൈവേർജ് ചെയ്യും, ഷോ ദാറ്റ് ദ സീരീസ് ഇസ് ഡൈവേർജസ്. അപ്പോൾ നമ്മളിവിടെ നമുക്കൊരു ടെസ്റ്റ് വരാൻ പോകുന്നുണ്ട്, നമ്മളത് അതിന് മുന്നേ ഇത് കൺസെപ്ച്വൽ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. റൈറ്റ് ഈസ് അറ്റ് ഡിഫറൻസ് ഓഫ് ഡൈവേർജൻറ്റ് ആൻഡ് കൺവേർജൻറ്റ് സീരീസ്. അപ്പോൾ ഒരു ഡൈവേർജൻറ്റ് സീരീസിൻ്റെയും ഒരു കൺവേർജൻറ്റ് സീരീസിൻ്റെയും സമ്മായിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല എന്നർത്ഥം. അതായത് ഇത് നമ്മൾ രണ്ട് കൺവേർജൻറ്റ് സീരീസുകളുടെ സമ്മാണെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും കൺവേർജ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡൈവേർജിങ് സീരീസിൻ്റെയും ഒരു കൺവേർജിങ് സീരീസിൻ്റെയും സമ്മായിട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് കൺവേർജ് ചെയ്യില്ല. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മുടെ ഈ ടേംസ് എന്താണ്, 1/2 പ്ലസ് 3/4 പ്ലസ് 7/8 പ്ലസ് എക്സെട്ര എന്ന ഫോമുലാണ്. ഈ സീരീസിനെ ആദ്യം നമുക്ക് പരിചിതമായൊരു രൂപത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിലെല്ലാത്തിലും നോക്കിക്കഴിഞ്ഞാൽ
2ൻ്റെ ഒരു പവറിൻ്റെ കുറച്ചെന്തോ കുറച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. നോക്കിയേ, 4 മൈനസ് 2 മൈനസ് 1/2, 4 മൈനസ് 1/4, 8 മൈനസ് 1/8, 16 മൈനസ് 1/16. അപ്പോൾ ഇത് നമ്മൾ ക്ലാസിക്കായിട്ട് പഠിച്ചു വെക്കുന്ന ഒരു സീരീസാണ് കേട്ടോ. നിങ്ങളത് പഠിച്ചു വെക്കുക വേണം, അല്ലാണ്ട് നമുക്ക് അവിടെ എക്സാം ഹാളിൽ പോയി ഡിറൈവ് ചെയ്തെടുക്കുന്നതിൽ എത്രത്തോളം പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. നമ്മളിതൊക്കെ ചെയ്ത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് സീക്വൻസും സീരീസും പഠിക്കുമ്പോൾ സ്പീഡ് കിട്ടാനും മനസ്സിലാകാനും ചെയ്യാൻ പറ്റാനുമുള്ള ഏക മാർഗം. ഓക്കെ, അല്ലാതെ നമ്മൾ എക്സാം ഹാളിൽ പോയിട്ട് ഇപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മളൊരു ഫോർമുല പഠിച്ചാൽ ഏത് ഡെറിവേറ്റീവും നമുക്ക് എക്സാം ഹാളിൽ ചെയ്യാം മാക്സിമം. പക്ഷേ സീക്വൻസിലും സീരീസിലും അങ്ങനെയല്ല. കുറച്ച് ആൾക്കാർ ക്ലാസിക്കായിട്ട് അല്ലെങ്കിൽ കുറച്ച് നമ്മുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള സീരീസുകളുടെ കാര്യങ്ങളും കുറച്ച് അത് ഡെവലപ്പ് ചെയ്യുന്നതും സ്പ്ലിറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് ടെക്നിക്സ് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എക്സാം ഒരുപാട് പറ്റുന്നുണ്ടാവുമായിരിക്കും, പറ്റില്ല എന്ന് ഞാൻ തറപ്പിച്ച് പറയുന്നില്ല, പറ്റും. പക്ഷേ ഇറ്റ് മേക്സ് നമുക്ക് ടൈം ലാഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിതിനെ 2⁻i മൈനസ് 1/2⁻i എന്ന് എഴുതാം. ക്ലിയർലി 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. ഇപ്പോൾ 2⁻iയും ഒരു ജോമെട്രിക് സീരീസാണ്, പക്ഷേ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1. അതുകൊണ്ട് തന്നെ ആ ആദ്യത്തെ സീരീസ് എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യും. ഓക്കെ, നമ്മളിതിനെ രണ്ടെണ്ണമാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ തന്നെ അങ്ങനെ എഴുതാം. ഇവരതിനകത്തൊരു +1/2i ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ആക്ച്വലി നമുക്കില്ല. നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിട്ട് 2⁻i ഡൈവേർജ് ചെയ്യുന്നൊരു സീരീസാണ്, അതുകൊണ്ട് തന്നെ എന്ന് പറയാം. അതല്ലെങ്കിൽ ഇത് കൺവേർജ് ചെയ്യും എന്ന് സപ്പോസ് ചെയ്തിട്ട് കൺവേർജ് ചെയ്യുന്ന മറ്റൊരു സീക്വൻസ്, ഇപ്പോൾ അവരങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. സപ്പോസ് ദാറ്റ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്. കണ്ടോ, ഇഫ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ് എന്നാണ് പറയുന്നത്. കൺവേർജൻ്റ് ആണെങ്കിൽ മറ്റൊരു കൺവേർജൻറ്റ് സീരീസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താലും റിസൾട്ടിങ് എന്തായിരിക്കണം? കൺവേർജൻ്റ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ കൺവേർജൻ്റ് ആയിട്ടുള്ള 1/2⁻i ഇവിടെ ആഡ് ചെയ്തു. അത് ആഡ് ചെയ്ത് വരുമ്പോഴത്തേനും ഇതും കട്ട് ചെയ്ത് പോവും. ബാക്കി 2⁻i = 0 to infinity 2⁻i മാത്രമാണ് ബാക്കി ഉണ്ടാവുക. പക്ഷേ ആ സീരീസ് എന്താണ്? ഡൈവേർജ് ചെയ്യുന്ന സീരീസാണ്. സിൻസ് mod r ഈസ് ഗ്രേറ്റർ ദാൻ 1, അതുകൊണ്ട് തന്നെ ഇതും എന്ത് തന്നെ ചെയ്യണം? ഡൈവേർജ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് തിരിച്ചും പറയാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനെ ഫോളോ ചെയ്യാം, എനിക്ക് തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് സപ്പോസ് ചെയ്യുക. കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പരിചിതമായ കൺവേർജ് ചെയ്യുന്ന മറ്റൊരു സീരീസ്. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ ഡൈവേർജൻസ് കണ്ടീഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മെനക്കെട്ട് 1/2⁻i കൊണ്ടുവരണേ, കട്ട് ചെയ്ത് പോകാൻ. നിങ്ങൾ വേറെ വല്ലതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വീണ്ടും നമ്മുടെ സീരീസ് കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ എക്സ്ട്രാ നമ്മൾ ചെയ്യുമ്പോൾ കാര്യങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഷോ ദാറ്റ് 1 + 2 + 3 + 4 + etc. പ്ലസ് എന്നും പറഞ്ഞ് തന്നിരിക്കുന്ന ആ ഒരു സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക. ഇത് ആക്ച്വലി ഒരു ട്രിക്കി സീരീസാണ്. പെട്ടെന്ന് കാണുമ്പോൾ ഇത് എന്തോ ഒരു സാധനമാണെന്ന് തോന്നും. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൻ്റെ ഫസ്റ്റ് ഇത്രയും ടേം 1 to 4 വരെയുള്ള ടേമിനെ മൈൻഡ് ചെയ്യേണ്ട, അതവിടെ നിൽക്കട്ടെ. 1/4 + 1/4² + 1/4³ etc. എന്ന് പറയുന്ന സാധനം എന്താണ്? യെസ്, ദാറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ്. അപ്പോൾ അതിൻ്റെ സമ്മ് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ അവർ ടെക്സ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്, ദ സീരീസ് 1/4 + 1/4² etc. + 1/4⁴ etc. ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് എ സം. ഇതൊരു ജോമെട്രിക് സീരീസ് ആണ്. 1/4 < 1 and a = 1/4. അപ്പോൾ 1/4 ഡിവൈഡഡ് ബൈ 1 - 1/4. അപ്പോൾ 1/4 ഡിവൈഡഡ് ബൈ 3/4 എന്ന് കിട്ടും. 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 1/3. 1/3യുടെ കൂടെ എന്ത് ആഡ് ചെയ്താൽ മതി? ബാക്കിയുള്ള 4 ടേമിൻ്റെ സമ്മായത് 1 + 2 + 3 + 4 എത്ര വരും? 10 അല്ലേ. 10 + 1/3 10 1/3 അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളതാണ് ഇത്രയും ഭാഗം കാണിക്കുന്നത്. ഇത് ആക്ച്വലി ആദ്യത്തെ 4 ടേം അവിടെ നിർത്തുക, ബാക്കിയുള്ള സീരീസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുക.
അതിപ്പുറത്തേക്ക് ആഡ് ചെയ്യാം. സിമ്പിൾ വൺ. കാണുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നും. ഇനി ഇതാണ് നമുക്കൊരു നമ്മുടെ സ്ട്രോങ് ടൂളാണ് ഈ ഒരു ടെസ്റ്റ്, ith ടേം ടെസ്റ്റ്. അതായത് ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അതിനത് മിസ്ലീഡ് ചെയ്യും. ഇഫ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai കൺവേർജസ്, ai കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ith ടേം, ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ai ഈക്വൽ ടു 0 ആണ്. ith ടേം ടെസ്റ്റ് എന്ന് തന്നെയാണ് ഇതിൻ്റെ പേര്. അതായത് ഒരു സീരീസ് കൺവേർജ് ചെയ്യുമെങ്കിൽ, ഇഫ് സീരീസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity ai converges, then limit n tends to infinity ai ഈക്വൽ ടു 0. ദാറ്റ് ഈസ്, ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ, ഈ nth ടേം 0യിലേക്ക് പോകുന്നില്ലെങ്കിൽ നമ്മുടെ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാം. അപ്പോൾ ഇവിടെ അതവർ എഴുതിയിട്ടുണ്ട്, ഇഫ് ലിമിറ്റ് i tends to infinity ai not equal to 0, then summation i equal to 1 to infinity ai diverges. ഇനി ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റിൽ ഈക്വൽ ടു 0 കിട്ടിയെന്ന് വിചാരിക്കാം. അതായത് ലിമിറ്റ് i tends to infinity ai ഈക്വൽ ടു 0 കിട്ടിയാൽ വലിയ ഉറപ്പൊന്നുമില്ല. അതായത് 0 കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്തെന്ന്, സീരീസ് ഡൈവേർജ് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കൺഫ്യൂഷൻ അതായത് ഇവിടെ പറയുന്നത് എന്താണ്, കൺവേർജൻ്റ് ആണെങ്കിൽ 0 ആയിരിക്കും. അപ്പോൾ 0 അല്ലെങ്കിൽ കൺവേർജൻ്റ് അല്ല. പക്ഷേ 0 ആയതുകൊണ്ട് കൺവേർജൻ്റ് ആണെന്ന് നമ്മൾ പറയുന്നുമില്ല. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഡൈവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ith ടേം ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. അതും എങ്ങനെ മാത്രമേ ഡൈവേർജൻ്റ് ആവുള്ളൂ, നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ, ith ടേം നോട്ട് ഈക്വൽ ടു 0 എന്ന് കിട്ടിയാൽ മാത്രമാണ് നമ്മുടെ സീരീസ് ഡൈവേർജ് ചെയ്യുന്നു നമ്മൾ പറയുന്നത്, ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് കേട്ടോ. ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ ലിമിറ്റ് നമ്മൾ നോക്കുമ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ ടെസ്റ്റിനൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ അടുത്ത മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരു സീരീസ് ഡൈവേർജ് ചെയ്യുന്നു നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ സീരീസിൻ്റെ ith ടേം എവിടേക്കാണ് പോകണമെന്ന് നോക്കുക. ith ടേം പോകുന്നത് ഒരു നോൺ സീറോ നമ്പറിലേക്കാണെങ്കിൽ വി കൺക്ലൂഡ് ദാറ്റ് ദ സീരീസ് ഇസ് ഡൈവേർജൻറ്റ്. സപ്പോസ് ഇഫ് ദി ith ടേം ഈക്വൽ ടു 0, ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ്. അതായത് ഇതിനെ ഡൈവേർജ് ചെയ്യുകയും ചെയ്യാം, കൺവേർജ് ചെയ്യുകയും ചെയ്യാം. അതാ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടെസ്റ്റ്. ഈ ടെസ്റ്റ് വഴി നമുക്ക് അപ്പോൾ ആ സീരീസിൻ്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രം പറയാം. അപ്പോൾ വീണ്ടും പറയുന്നു, ith ടേം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ടെസ്റ്റ് ദ ഡൈവേർജൻസ് ഓഫ് എ സീരീസ്. ഇഫ് ദ ലിമിറ്റ് i tends to infinity ai not equal to 0, not equal to 0 നെഗറ്റീവ് നമ്പർ ആവാം, പോസിറ്റീവ് നമ്പർ ആവാം, വാട്ട് എവർ ഇറ്റ് ബി, not equal to 0, then we conclude that the series is divergent അല്ലെങ്കിൽ diverges. If the limit i tends to infinity ai equal to 0, we say that the test is inconclusive. Okay. Yes, we have certain examples. Summation i equal to 1 to infinity i divided by 1 plus i. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ i tends to infinity കൊടുക്കാനായിട്ട് നമ്മളിവിടെ, അപ്പോൾ നമുക്ക് ai ഈക്വൽ ടു എന്താണ്, 1/1 plus i. ഇനി നമ്മൾ സാധാരണ ലിമിറ്റ് ഓഫ് ദ സീക്വൻസ് അല്ലെങ്കിൽ ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷനെ കണ്ടുപിടിക്കുന്ന പോലെ i പുറത്തെടുക്കാം. ഡിനോമിനേറ്ററിൽ നിന്ന് i പുറത്തെടുക്കുമ്പോൾ എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ, അതായത് നമ്മളിവിടെ ആദ്യത്തെ കേസിൽ i ഡിവൈഡഡ് ബൈ i ഇൻറ്റു 1/i പ്ലസ് 1 എന്ന് കിട്ടും. ഐയും ക്യാൻസൽ ചെയ്ത് കളയുക. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്തുണ്ടാവുക, ലിമിറ്റ്, അപ്പോൾ നമുക്കിവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് i tends to infinity കൊടുത്താൽ എന്താ കിട്ടുക, 1 ഡിവൈഡഡ് ബൈ 0 plus 1, that is 1, which is not equal to 0. മീൻസ് നമ്മുടെ ഈ സീരീസ് സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity i ഡിവൈഡഡ് ബൈ 1 plus i is divergent. അതുപോലെ അടുത്തത് നോക്കൂ, അടുത്തതിനകത്ത് എന്താ പറയുന്നത്, സമ്മേഷൻ i ഈക്വൽ ടു 1 to infinity മൈനസ് 1 raised to i ഇൻറ്റു i ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 plus i. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ പറഞ്ഞ പോലെ
മോഡുലസ് എടുക്കാം. നമുക്ക് മോഡുലസിൽ കണ്ടുപിടിക്കാം. മോഡുലസ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ഐ ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ഐ. അതായത് നമ്മൾ റൂട്ടിൽ നിന്ന് ഐനെ പുറത്തെടുക്കുമ്പോൾ എന്തുണ്ടാവുക? റൂട്ടിനകത്തുനിന്ന് ഐനെ പുറത്തെടുത്താൽ ഐ ഡിവൈഡഡ് ബൈ റൂട്ട് ഐ ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ ഐ പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഈ റൂട്ടും ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ റൂട്ട് വരും. അപ്പോൾ റൂട്ട് ഐ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 ബൈ ഐ പ്ലസ് 1. എന്താ ന്യൂമറേറ്ററിലാണ് റൂട്ട് ഐ കിടക്കുന്നത് അല്ലേ? ലിമിറ്റ് അപ്പോൾ ഐ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇന്ന് കട്ട് ചെയ്യാനൊന്നുമില്ല. ഐ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോകും. മീൻസ് ദിസ് ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഇവിടെയും നമ്മൾ എന്ത് പറയാം? ഇത് ഡൈവേർജൻ്റ് ആണെന്ന് പറയാം. പക്ഷേ ഈ മൂന്നാമത്തെ ആളെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇത് നമുക്ക് പ്രശ്നക്കാരനാണ്. കാരണം ഇവിടെ നോക്കിയേ, എ ഐ ഈക്വൽ ടു 1 ബൈ ഐ ആണല്ലേ? എ ഐ ഈക്വൽ ടു 1 ബൈ ഐ. അതായത് ഏത് സീരീസ്? 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോണ ഒരു നമ്മളതിനെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു സീരീസാണ് ആക്ച്വലി. ഈ സീരീസിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ സീക്വൻസ് നമുക്കറിയാം. സീക്വൻസ് 1 ബൈ n കൺവേർജസ് ടു 0. പക്ഷേ ഈ സീരീസ് എന്ത് ചെയ്യില്ല? കൺവേർജ് ചെയ്യാത്ത സീരീസാണ്. അപ്പോൾ ഇത് അതുകൊണ്ടാണ് നമ്മൾ ഐ ഈക്വൽ ടു ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി എ ഐ ഈക്വൽ ടു 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് ഇൻകൺക്ലൂസീവ് ആണെന്ന് പറയുന്നതിന് കാരണം ഒരു എക്സാമ്പിളാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഹാർമോണിക്. ഈ സീരീസിനെ നമ്മൾ പറയുന്നതാണ് ഹാർമോണിക് സീരീസ്. ഹാർമോണിക് സീരീസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് എക്സെട്ര എന്നും പറഞ്ഞു പോകുന്ന സാധനമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ടേം 1 ബൈ 2, ഇനി 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4നകത്ത് ഇവരെ രണ്ടുപേരെ മാത്രം ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഈ രണ്ടുപേരിൽ ചെറിയ ആളാരാ? 1 ബൈ 4 ആണ്. അപ്പോൾ 1 ബൈ 3യെ 1 ബൈ 4 കൊണ്ട് റീപ്ലേസ് ചെയ്താൽ 1 ബൈ 4 പ്ലസ് 1 ബൈ 4 ദാറ്റ് ഈസ് 1 ബൈ 2. ഇനി അടുത്ത 1 2 3 4 ടേമിലും മിനിമം ആയിട്ടുള്ള ആളെ വെച്ച് ബാക്കി എല്ലാം റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഈ സം വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ബൈ 8. 4 ടൈംസ് 1 ബൈ 8 ദാറ്റ് ഈസ് 1 ബൈ 2. ഇനി അടുത്ത 8 ടേം എടുക്കുക. അടുത്ത 8 ടേം എന്ന് പറഞ്ഞാൽ 1 ബൈ 9 തൊട്ട് 1 ബൈ 16 വരെ. അടുത്ത 16 ടേം 1 ബൈ 17 തൊട്ട് 1 ബൈ 32 വരെ. എന്നിട്ട് ഇതിലെല്ലാം മിനിമം വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നോക്കുക, ഇതിലെല്ലാ ടേമും 1 ബൈ 2ൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ പാർഷ്യൽ സം എന്താ വരിക? S4 എന്താ വരുന്നത്? ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 1 ദാറ്റ് ഈസ് 2. അങ്ങനെ ഓരോ ടേമിലും S2 റേസ് ടു n ഈസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് n ബൈ 2. ഇവിടെ നമ്മൾ രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുത്ത് നോക്കൂ. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് n ബൈ 2 ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ Sn ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ദിസ് ടേം അല്ലേ? S2 റേസ് ടു n ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ദിസ് വൺ. ഇതന്നെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതും എന്ത് ചെയ്യും? ഇൻഫിനിറ്റിയിലേക്ക് പോകും. ഹെൻസ് ഇറ്റ് ഈസ് ഡൈവേർജൻറ്റ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളോട് ഹാർമോണിക് സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയണം? വി റീഅറേഞ്ച് ദ സീരീസ് ആസ് ഫോളോസ് എന്നും പറഞ്ഞ് ഈ പറയുന്ന നൊട്ടേഷൻ. അതായത് ആദ്യം നമ്മൾ 1നെ സെലക്ട് ചെയ്യുന്നു, പിന്നെ 1 ബൈ 2, പിന്നെ അടുത്ത 2 ടേം, അടുത്ത 4 ടേം, 8, 16, 32 എന്നുള്ള ആ ഒരു രീതിക്ക് കൊണ്ടുപോയിട്ട് ഓരോ സെറ്റ് എടുക്കുമ്പോഴും ഓരോ സെറ്റിലെയും ലീസ്റ്റ് എലമെൻറ്റ് വെച്ച് ബാക്കി എല്ലാം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നോർമലി ഇത് nth പാർഷ്യൽ സമ്മിൻ്റെ ആ ഒരു കേസിലേക്കാണ് പോവുക അല്ലേ? nth പാർഷ്യൽ സം. അപ്പോൾ S8ലേക്ക് എത്തുമ്പോൾ എന്താ ഉണ്ടാവുക? S8 വിൽ ബി ഗ്രേറ്റർ ദാൻ 1 പ്ലസ് 2 1 പ്ലസ് 1 ബൈ S8 എന്ന് പറയുമ്പോൾ ഇവിടെ വരെ ആഡ് ചെയ്യണം കേട്ടോ. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 3 പ്ലസ് 1 ബൈ 4 പ്ലസ് 1. ഇതാണ് S8. ഇവിടെ വരെ ആഡ് ചെയ്തെടുക്കുന്നതാണ് S8. ഈ S8 ആരെക്കാളും കൂടുതലായിരിക്കും 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 2 വിച്ച് ഇസ് 1 പ്ലസ് 3 ബൈ 2. അപ്പോൾ S8, S16, S32 അതാണ് ഈ S2 റേസ് ടു n. S2 റേസ് ടു n ഇസ് ഗ്രേറ്റർ ദാൻ 1 പ്ലസ് n ബൈ 2. അപ്പോൾ എന്നിട്ട് രണ്ട് സൈഡിലും ലിമിറ്റ് കൊടുക്കുമ്പോൾ പാർഷ്യൽ സമ്മ് തന്നെ എവിടേക്ക് കൺവേർജ് ചെയ്യുന്നു? ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ മൊത്തം സീരീസും എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹാർമോണിക് സീരീസ് ഡൈവേർജൻറ്റും ആയിരിക്കും. ഇനി അടുത്തത് ഈ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 1 പ്ലസ് 1 ബൈ 2 പ്ലസ് 1 ബൈ 4 പ്ലസ് എക്സെട്ര. ഇതും
അടുത്തത് 1 by summation I equal to 1 to infinity 1 divided by 1 plus iയും ഡൈവേർജ് ചെയ്യുന്നു എന്ന് കാണിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, ഈ സീരീസ് എന്താണ്? ദ സീരീസ് സമ്മേഷൻ I equal to 1 to infinity 1 by 2i 1 by 2i എന്ന് പറയുമ്പോൾ 1 by 2 plus 1 by 4 plus 1 by 6 plus നമ്മൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ കേട്ടോ. അപ്പോൾ 1 by 2 ഇൻറ്റു ഐ എന്ന്. അപ്പോൾ നമുക്കിതിനെ 1 by 2 ഇൻറ്റു 1 by i എന്ന് എഴുതിക്കൂടെ? 1 by 2 ഇൻറ്റു 1 by i എന്ന് എഴുതുക. എന്നിട്ട് 1 by 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ സമ്മേഷൻ I equal to 1 to infinity 1 by i. ഇതാരാ? അത് ഹാർമോണിക് സീരീസ് അല്ലേ, അതുകൊണ്ട് അത് കൺവേർജ് ചെയ്യും. ഒന്നുകിൽ അങ്ങനെ നമുക്ക് ക്ലെയിം ചെയ്യാം, അതല്ലെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്നു എന്ന് സപ്പോസ് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് കൺവേർജൻറ്റ്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ സി ഇൻറ്റു സമ്മേഷൻ എ ഐയും കൺവേർജ് ചെയ്യുന്നതാണ് നമ്മൾ പറയാറ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു സമ്മേഷൻ I equal to 1 to infinity 1 by 2i ഈസ് കൺവേർജൻറ്റ്. ദാറ്റ് ഈസ് ആ 2വിനെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ സമ്മേഷൻ I equal to 1 to infinity 2 ഇൻറ്റു 1 by 2i, ആ 2ഉം 2ഉം കട്ട് ചെയ്ത് കളയുമ്പോൾ കിട്ടുന്നത് ഹാർമോണിക് സീരീസ് ആണ്, അത് ഡൈവേർജൻ്റ് ആണ്. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റായിട്ട് ആ 1 by 2വിനെ പുറത്തെടുത്ത് മിച്ചം കിട്ടുന്നത് ഹാർമോണിക് സീരീസ് ആണെന്നും അത് ഡൈവേർജൻ്റ് ആയ കാരണം ഈ സീരീസ് ഡൈവേർജൻ്റ് ആണെന്നും പറയാം. അതല്ലെങ്കിൽ ഇതിനെ ഒരു കൺവേർജൻ്റ് ആണെന്ന് സപ്പോസ് ചെയ്ത് പറ്റുന്ന ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്പിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിട്ട് കിട്ടുന്ന ഹാർമോണിക് സീരീസ് ഡൈവേർജൻ്റ് ആണ്, അതുകൊണ്ട് നമ്മുടെ ഒറിജിനൽ സീരീസും ഡൈവേർജൻ്റ് ആണെന്നും പറയാം. നെക്സ്റ്റ് വൺ ക്ലിയർലി ഒരു ഹാർമോണിക് സീരീസ് ആണ്, അതിൻ്റെ ഫസ്റ്റ് ടേം മാത്രമേ ഇല്ലാത്തുള്ളൂ, അതുകൊണ്ട് അതും ഡൈവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 12.1-നകത്തുള്ളത്. അപ്പോൾ നിങ്ങളത് ടൈം എടുത്ത് കാണുന്നത് ഒറ്റ സീരീസ് ആയിട്ട് ചെയ്യാൻ കാരണം നമുക്ക് ഇനിയുള്ളത് ഇതിനെ ബേസ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. സോ എല്ലാവരും ക്ലിയർ ആയിട്ട് കാണുക, വീഡിയോ എഴുതിയെടുക്കുക. ആക്ച്വലി ക്ലാസ് വളരെ ചെറുത്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന കാരണമാണ് ഇത്രയും ടൈം എടുക്കുന്നത്. കട്ട് ചെയ്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ടൈം നഷ്ടമാണ്, അതുകൊണ്ടാണ് കേട്ടോ. താങ്ക് യു.